റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന മത്സര റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സുരഭി. സുരഭി, എന്താണ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ചെയ്തത്? ഞാനൊരു തെരുവിൽ ഡാൻസ് ചെയ്യുന്ന തെരുവിൽ ഡാൻസ് ചെയ്യണ ഈ റെക്കോർഡ് ഡാൻസർ അങ്ങനത്തെ? അത് ശരി. എവിടെ ചെയ്ത്? എന്നിട്ടത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ചെയ്തു. ഞങ്ങൾ ഓരോ സ്ഥലത്ത് കാറ് നിർത്തിയിരുമ്പോൾ കാറിലേക്ക് ആൾക്കാർ നോട്ടം, ചിരി, അങ്ങനെ ഒരു സംഭവം. അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് എന്നെ ആദ്യം ഇറക്കി വിട്ട് ഞാൻ സാധനമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച്, അപ്പോൾ ഇറക്കിയപ്പോൾ തന്നെ ഒരാളെൻ്റെ അടുത്ത് നിന്ന് ഒരു 10 രൂപയുടെ ബാറ്ററി വാങ്ങിച്ചു. കുറച്ച് സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി വാങ്ങിച്ചപ്പം അപ്പോൾ കുറച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പെണ്ണല്ലേ എന്ന് വെച്ചു. വേഗം എല്ലാം കെട്ടിപ്പൂട്ടി. പിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി നട്ടുച്ചയ്ക്ക് 2-3 ഓട്ടോക്കാരും ഇവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയി സാധനം വെച്ച് ഒരു 10-20 രൂപയ്ക്ക് സാധനം എടുത്തു. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അച്ഛനില്ല അങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവരെനിക്ക് 30 രൂപ എന്നിട്ട് പറഞ്ഞു, മോൾ ചോറ് തിന്നിട്ട് ഒരു 5 മണിയാകുമ്പോൾ വാ, അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ കളിച്ചാലും പൈസ കിട്ടും, സാധനമൊക്കെ വാങ്ങുന്നതാണ്. ശരി ഏട്ടാന്ന് നടന്നു പോകുന്നു. നമുക്ക് അത് എന്താണെന്നൊന്ന് കണ്ടുനോക്കാം. സാധനങ്ങൾ ഇവിടെ വെക്കട്ടെ. സാധനങ്ങൾ ഇല്ല, എനിക്ക് ഇവിടെ ചെയ്യണം, ഇവിടെ വേണം. ഇവിടെ തന്നെ ചെയ്യുന്നു പറയുന്നു. നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കും. ഇല്ല, ഇവിടെ ഇപ്പൊ കുറച്ചു നേരം കടയില്ലേ, കടയിൽ ആളുകൾ കൂടുമില്ലേ, നിങ്ങൾ ആലോചിച്ച് ചെയ്യില്ലേ. അപ്പുറത്തെ അവിടെ ചന്ത അവിടെ കിട്ടണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, എനിക്ക് കളിക്കാനൊക്കെ സുഖം. കളിക്കാൻ ശരി ഇവിടെ ആവൂല, അതുകൊണ്ടാണ് പറയുന്നത്. ഇല്ല, എനിക്ക് ഇവിടെ കളിക്കാൻ സുഖമാണ്. നന്നായിരുന്നു. അതിനകത്തൊരു കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ചെയ്തിടത്തോളം കണ്ടിടത്തോളം വളരെ ഭംഗിയുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് കാരണം കൂടുതലുള്ള ഡാൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നന്നായിരുന്നു എന്ന് പറയുന്ന പോലെ ഇരിക്കും. ബാക്കിയുള്ള ബിസിനസ്സുകളില്ല, ആ ബിസിനസ്സുകളെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ആ പറഞ്ഞ ആദ്യം അടുത്ത് വന്നിരിക്കുന്നു, പറ്റില്ല എന്ന് പറയുന്നു, അവിടുന്ന് പോകുന്നു, രണ്ടാമത്തെ സ്ഥലത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ടൊക്കെ ഏകദേശം ആ ക്യാരക്ടർ ഒന്ന് പിടികിട്ടി. അങ്ങനെ ഒരു ഒരു പലതും നഷ്ടപ്പെട്ടു പോയി. അതിനകത്ത് കുറച്ചും കൂടെയൊക്കെ ആകാമായിരുന്നു തോന്നി. ചെയ്തിടത്തോളം ഭംഗിയാണ്. അതിപ്പോൾ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഇപ്പം അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. കാരണം ഇപ്പം ഒരുപാട് പരിമിതികൾക്കകത്ത് നിന്നിട്ടാണ് അത് നിങ്ങൾ പെർഫോം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ക്യാമറമാരും ഇതിൻ്റെ ക്രൂവും ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പരിമിതി അവർക്കുണ്ട്, നമ്മളത് സമ്മതിച്ചേ പറ്റൂ. അത് ഉള്ള കാര്യമാണത്. കാരണം ക്യാമറ എടുത്ത് പുറത്ത് വരികയാണെങ്കിൽ തന്നെ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നഷ്ടപ്പെടും. ഇതിൻ്റെ റിയൽ ലൈഫ് ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റില്ല. ഷൂട്ടിംഗ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഒരു ടാർഗറ്റ് നഷ്ടപ്പെടും നമുക്ക്.
അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്കൊരു പറഞ്ഞ കുട്ടേട്ടൻ പറഞ്ഞ പോലെ ഡെപ്ത് ഓഫ് ദി ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയില്ല. ബട്ട് ഡാൻസിലുണ്ടായിരുന്ന എനർജിയും പിന്നെ ഡാൻസ് ചെയ്യാൻ മറ്റേ പ്രേരിപ്പിച്ചതും പിന്നെ ആ കടക്കാരനായിട്ട് വർത്തമാനം പറഞ്ഞതും ഒക്കെ നന്നായിരുന്നു. നമ്മൾ കണ്ടിടത്തോളം നന്നായിരുന്നു. ആ കുട്ടികളെല്ലാവരും കൂടെ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഭയങ്കര ഇതായിരുന്നു. ആണല്ലേ? വീണ്ടും ഒരു വേറെ ഇതൊക്കെ കളിപ്പിച്ച് പൈസയൊക്കെ തന്ന്. എത്ര നമ്പർ കളിച്ചോട്? 2 രണ്ടെണ്ണം കളിച്ചു. 70 റുപ്യയും കിട്ടി. 77. അത് ഡാൻസ് കളിച്ചിട്ട് മാത്രമാണോ സാധനങ്ങൾ വിറ്റിട്ടോ? ഡാൻസ് കളിച്ചിട്ട് മാത്രം. അപ്പോൾ സാധനങ്ങൾ വിറ്റിട്ട് സാധനങ്ങൾ 50 രൂപ മുകളിൽ കിട്ടിയത്. ഒരു ജോലി പഠിച്ചു, തൊഴിൽ കണ്ടെത്തി. അതെ, ഇനി തെണ്ടിപ്പോല അല്ലേ? പോല. ഓക്കെ സുരഭി, നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. വളരെ നന്നായിരുന്നു കണ്ടിടത്തോളം. താങ്ക് യു. വെരി ഗുഡ്. പിന്നെ ഈ സുരഭി പറഞ്ഞ് കേട്ടിട്ടുള്ള ഇതല്ലേ ഉള്ളൂ, ഇത് ഇങ്ങനെയൊക്കെ അവിടെ നടന്നിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് വെരി ഗുഡ്. താങ്ക് യു. കോസ്റ്റ്യൂമിൻ്റെ ഇത് ആ കളർ സെലക്ഷനാണ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നിയത്. അതിൽ പരമാവധി ചളി ആക്കുകയും ചെയ്തിരുന്നു, ചളി ആയതുമായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടപ്പോൾ ക്യാമറയിൽ ഭയങ്കര കളർ നന്നായിട്ട് തോന്നി. അതർവൈസ് ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ.